Stories of marketing in touch with positive people. ഞാൻ ജയകൃഷ്ണൻ, പവർ ഓഫ് റീറ്റെയിലർ. ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില റീറ്റെയിലേഴ്സിന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പെരുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അത്യാഗ്രഹങ്ങളായിട്ട് മാറും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അവരുടെ ഇമാജിനറി ലോകത്ത് വെച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ല. ചിലപ്പോൾ കുടുംബ സുഹൃത്തുക്കൾ, അയൽക്കാർ, അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാർ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഇവർ പറയുന്നത് കേട്ട് ചില കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടിക്കളയും. അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകൾ, അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു റീറ്റെയിൽ ഷോപ്പ് വളരെ മനോഹരമായി, വളരെ നല്ല വോളിയത്തിൽ, സെയിൽ വോളിയത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. അത് ഏകദേശം മന്ത്ലി സെയില് 1.5 കോടി മന്ത്ലി സെയിലായിട്ട്, വളരെ ബെസ്റ്റായിട്ട്, വളരെ നല്ല സർവീസായിട്ട്, വളരെ നല്ല ഡൈനാമിക് പ്രോഡക്റ്റ് പ്രസൻറ്റേഷനും, അതുപോലെ തന്നെ പുതിയ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വരികയും അത് വിറ്റുപോവുകയും വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മലപ്പുറത്ത് ഒരു സൂപ്പർ ഏരിയ ഉണ്ട്, സൂപ്പർ ലൊക്കേഷൻ ഉണ്ട്. ഒരു പുതുതായിട്ട് പണി തീർത്ത ഒരു ബിൽഡിംഗ് ആണ്. അവിടെ ഒരു പുതിയ റീറ്റെയിൽ ഷോപ്പ് നമുക്ക് തുടങ്ങാം. ഉടനെ തന്നെ ആ ഏരിയ അവർ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. ലൊക്കേഷൻ എപ്പോഴോ ആ വഴി പോയപ്പോൾ ഒന്ന് ജസ്റ്റ് കാണുന്നു. കാരണം ഇദ്ദേഹം ഈ റീറ്റെയിൽ ഷോപ്പ് ഉള്ള സ്ഥിരം 1.5 കോടി വിറ്റുവരെയുള്ള ഈ റീറ്റെയിൽ ഷോപ്പിൽ അത്രമാത്രം ഫോക്കസ് ചെയ്ത് ഈ ഓണർ ഇരുന്ന് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നു. ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഓടി കിട്ടി. ഒരു 50 ലക്ഷം ഓടി, ഒരു 10 ലക്ഷം ഇന്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടി ആ ഷോപ്പിൽ ചെലവഴിക്കാം. ബാക്കി 40 ലക്ഷം കൊണ്ട് നമുക്ക് ഓൾറെഡി ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. അവരുടെ മനസ്സിലെ ഡ്രീം, ആ സ്വപ്നം അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ സ്വപ്നവും അത് പ്രവൃത്തിയും രണ്ട് ഘടകങ്ങളും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ, അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം, അതിലേക്ക് വരണം. നമ്മുടെ മനസ്സും ശരീരവും അതിനെ പറ്റിയ ഒരു ഫോഴ്സും അതിൻ്റെ ബാക്കിൽ ഉണ്ടെങ്കിലാണ് ആ ഡ്രീം, ആ സ്വപ്നം സഫലീകൃതമാവുകയുള്ളൂ. ശരിയാണോ? 10 ലക്ഷം രൂപയിൽ ഇന്റീരിയർ ഡിസൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച അദ്ദേഹം ഏകദേശം ആ വർക്ക് ഫിനിഷ് ചെയ്തപ്പോൾ പിന്നെയും കഴിഞ്ഞു ഒരു 20 ലക്ഷം കൂടി വന്നു. അങ്ങനെ 30 ലക്ഷത്തോളം ഇന്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടി മാത്രം ആ ഷോപ്പ് ചെലവഴിച്ചു കഴിഞ്ഞു. ബാക്കി ഓവർഡ്രാഫ്റ്റ് എടുത്ത പേയ്മെന്റിൽ ബാക്കി 20 ലാക്സ് ഉള്ളൂ. ഈ 20 ലാക്സ് കൊണ്ട് പർച്ചേസിങ് അതിൻ്റെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് ഭയങ്കര കുറച്ചുകൂടി റിസ്ക് ആണ്. ഒരു 10 ലക്ഷം രൂപ കൂടി ഇല്ലാതെ, 30 ലക്ഷം ഇല്ലാതെ ആ ഷോപ്പിലേക്ക് ഐറ്റംസ് വാങ്ങിച്ചു വയ്ക്കുക, അതിൻ്റെ ഫർണിച്ചർ വാങ്ങിക്കുക, ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി, അതിൻ്റെ ഡിസൈനിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് തികയുന്നില്ല. അങ്ങനെ വേറൊരു ലോൺ കൂടി, വേറൊരു ഫണ്ട് കൂടി ഷോപ്പിലെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിലെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പാർട്ട് കൂടി എടുത്ത് ഈ ഷോപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നു. അപ്പോഴാണ് ഏത് സ്റ്റാഫുകളെ അവിടെ ഇരുത്താൻ പറ്റും. മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല, ഏരിയയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ സ്വന്തം നാട്ടിലുള്ള സ്റ്റാഫുകളെ എടുക്കാൻ തീരുമാനിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും മലപ്പുറം വരെ രാവിലെ ഓടിയെത്തണം. ഒരു ഷോപ്പ് എപ്പോഴാണ് ഓപ്പൺ ചെയ്യേണ്ടത്? രാവിലെ ഓപ്പൺ ചെയ്യണം. രാവിലെ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കൂടുന്ന 8 മണിക്കെങ്കിലും ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യണം. രാവിലെ 11 മണിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്താൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താണ് സംഭവിച്ചത്? സ്റ്റാഫുകള് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് കുറേ ഫണ്ട് മുടക്കി, പൈസ മേടിച്ചു വെച്ചു, കുറേ ഫണ്ട് മുടക്കി ഉള്ള ഷോപ്പിലെ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ എടുത്ത് ചെലവഴിച്ച് ഓൾറെഡി റൺ ചെയ്തപ്പോൾ ഷോപ്പ് രാവിലെ ഓപ്പൺ ചെയ്യുന്നത് 11 മണിക്ക്. വൈകുന്നേരം ഈ സ്റ്റാഫുകൾ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, എപ്പോഴാണ് ഷോപ്പ് അടച്ചു പോകേണ്ടത്. കാരണം അവരുടെ മനസ്സിലെ ചിന്തകൾ ഇനി ഫേസ് ചെയ്യേണ്ട വൈകുന്നേരം ഷോപ്പ് അടച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അവിടെ എത്തുമ്പോൾ ലേറ്റാവും. അവിടെ എത്തിയ ശേഷം പിന്നെ നേരം വെളുത്ത് ഇതേപോലുള്ള യാത്ര ഇവിടെ എത്തുമ്പോൾ 11 മണി.
3 മണി ഉച്ച കഴിഞ്ഞ് ഷോപ്പ് അടയ്ക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്, ബിസിനസ്സിലല്ല ചിന്തിക്കണേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ, ഈ എക്സ്പീരിയൻസ് ആയ ഈ സംഭവിച്ച കാര്യം പറഞ്ഞത്. ഒരു കാരണവശാലും ഒരു ഷോപ്പ് 11 മണിക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒരു ഷോപ്പിനെ ഉണ്ടാക്കിയെടുക്കരുത്. അങ്ങനെയെങ്കിൽ ആ കച്ചവടം വേണ്ടാന്ന് വെക്കണം, ആ പരിപാടി നിർത്തിക്കൊള്ളണം. 11 മണിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സംഭവത്തിലേക്ക് ഒരു റീറ്റെയിൽ ബിസിനസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അതുപോലെ 4 മണിക്ക് ഷോപ്പ് അടച്ചു പോവുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടില്ല. കാരണം ബിസിനസ്സിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈവനിങ് ഒക്കെ ആയിരിക്കും. ഒരു 5 മണി 6 മണി 7 മണി വരെയൊക്കെ ബിസിനസ് നടത്തിയാലാണ് ആ ബിസിനസ് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ, കുറച്ചുകൂടി ഓളിയത്തിലേക്ക് കൊണ്ടുവരാനും കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ്നെസ് നേടിയെടുക്കാനും സാധിക്കുള്ളൂ. അയാൾ ഇത്രയും ടൈമിൽ വന്നാൽ ആ ഷോപ്പിൽ നിന്നും എനിക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും, എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ട്രസ്റ്റ്, അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഷോപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ ഇരിക്കണം. അദ്ദേഹം ചെയ്യേണ്ടതായ കാര്യം, ഏതെങ്കിലും സമയത്ത് ആ പുതിയ റീറ്റെയിൽ മലപ്പുറത്തെ പുതിയ കൗണ്ടറിൽ ഓപ്പൺ ചെയ്ത് ഫാനിട്ട് ഒരു ചെയർ ഇട്ടിരുന്ന് അവിടെ ചെറിയൊരു ഇന്റർവ്യൂ നടത്തി ആ ലോക്കൽ ഏരിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തോ, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള നിയറസ്റ്റ് ഷോപ്പുകളിൽ അറിയിച്ച് ഒരു ചെറിയ ഇന്റർവ്യൂ നടത്തി അവിടെ ആ ഷോപ്പിനോട് തൊട്ടടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവ്, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഈ ചുറ്റളവിലുള്ള സ്റ്റാഫുകളെ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ മിനിമം ഒരു 5 കിലോമീറ്ററിന് ചുറ്റളവിലുള്ള നല്ല സ്റ്റാഫുകളെ, നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സെലക്ട് ചെയ്യണം. അവിടെ ഇന്റർവ്യൂ നടത്തി അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ലോക്കൽ സ്റ്റാഫുകളാവുമ്പോൾ അവിടെയുള്ള ഏരിയയെക്കുറിച്ച്, അവിടെയുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് അവർ വഴി കുറേ റെഫറൻസ് വരികയും ആ ഷോപ്പിന്റെ ബിസിനസ് കൂടാൻ അത് സഹായിക്കുകയും ചെയ്യും. അതിന് പകരം സ്വന്തം നാട്ടിലുള്ള എവിടെയും ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ നിൽക്കുന്നത് യാത്രകളെക്കുറിച്ചും പോകുന്നതും വരുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായി അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ദൂരെ നിന്നുള്ള സ്റ്റാഫുകളെ, പ്രത്യേകിച്ച് റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് എടുക്കുന്ന സ്റ്റാഫുകൾ വളരെ അടുത്തുള്ള ആളുകളായിരിക്കണം. ആ ഷോപ്പിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ കുറച്ച് ഒരു 5 കിലോമീറ്ററിനെങ്കിലും അകത്തുള്ള സ്റ്റാഫുകളാണെങ്കിൽ, അങ്ങനെ നല്ല എഫിഷ്യൻ്റ് ആയ സ്റ്റാഫുകളെ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെയുള്ള സ്റ്റാഫുകളെ സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ എന്താണ് ഓണർക്ക് ചെയ്യാവുന്നത്? ഇപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ, എക്സ്പീരിയൻസ് ആയ സ്റ്റാഫുകളുണ്ട്, ഒരു 5-6 പേരുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു മലപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ട്, അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അവർക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് അപ്ഗ്രഡേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അസിസ്റ്റന്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റ് കൊടുക്കുക. അവിടെ ഒരു മാനേജറായിട്ട് നിയമിച്ച ശേഷം അവിടെ തന്നെ താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക. ഒരു റൂമോ മറ്റോ റെന്റ് എടുത്ത് കൊടുക്കുക. അവിടെ ആ ഷോപ്പിനോട് ചേർന്ന് തന്നെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. സാറ്റർഡേയോ സൺഡേയോ വീട്ടിലേക്ക് പോരാൻ പറ്റും. ആ രീതിയിലൊരു സംവിധാനവും. അപ്പോൾ പേയ്മെന്റ് കുറച്ച് കൂടുതൽ കൊടുത്താൽ തന്നെ രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യണമേ. രാവിലെ 8 മണിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്ത് വൈകുന്നേരം 7 മണി വരെയെങ്കിലും ഷോപ്പ് ഉണ്ടാകണം. അങ്ങനെ ഒരു ട്രസ്റ്റ്നെസ് കസ്റ്റമേഴ്സിന്റെ മനസ്സിലുണ്ടാവണം. ഇയാൾ ഷോപ്പ് ഓപ്പൺ ചെയ്യും, രാവിലെ 7 മണിക്ക് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ 8 മണിക്ക് ഓപ്പൺ ചെയ്യും, 7 മണി വരെ വൈകുന്നേരം വന്നാൽ എനിക്ക് അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു ട്രസ്റ്റാണ് ആദ്യം ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഇയാൾ തുറന്നിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു പുതിയ ഷോപ്പ് വാട്സപ്പിലും ഗ്രൂപ്പുകളിലും ഇൻസ്റ്റയിലും FBയിലൊക്കെ കൊടുത്തൊന്ന് പ്രൊമോട്ട് ചെയ്ത് കസ്റ്റമേഴ്സിനെ അതിലേക്ക് ആകർഷ്ടരാക്കി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ 1-2 റൂം വാടകയ്ക്കെടുത്ത് കൊടുത്താൽ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണ്? അദ്ദേഹം ഈ മലപ്പുറത്തേക്കോ ദൂരേക്കോ പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എത്തുന്ന സ്ഥലത്ത്, നമ്മളെ കൈകൾ എത്തുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമുക്ക് ഫീസിബിളായ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്താൽ മതി എന്ന് വെക്കണം. അല്ലെങ്കിൽ നിലവിലുള്ള ഷോപ്പ്, ഇപ്പോൾ 1.5 കോടി വിറ്റ് വരെയുള്ള ആ ഷോപ്പ് എങ്ങനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു ഫ്ലോർ കൂടി അതിനോട് ചേർന്ന് നമുക്ക് എടുത്ത് വേറൊരു സെഗ്മെന്റ് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ? ആലോചിച്ചുകൂടെ? അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് കിട്ടുകയാണെങ്കിൽ അവിടെ വേറൊരു സെഗ്മെന്റ്, നമുക്ക് നോട്ടം എത്തുന്ന ദൂരം,
അല്ലെങ്കിൽ നമ്മൾ കൈകൾ എത്തുന്ന ദൂരം, അല്ലെങ്കിൽ ആ ചെറിയ നമ്മുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഒരു 2 മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്തിലുള്ള വേറൊരു ബിൽഡിംഗ് കിട്ടി, അവിടെ ഓപ്പൺ ചെയ്തു. അല്ലെങ്കിൽ നിലവിലുള്ള ഷോപ്പ് കുറച്ച് മേളിലേക്ക് ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു നില കൂടി ഉണ്ടാക്കി അവിടെ വേറൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ആകാം. അല്ലെങ്കിൽ നമുക്ക് എത്തുന്ന ദൂരത്തിലുള്ള മറ്റുള്ള സ്ഥലത്താകാം. ഇതൊന്നുമല്ലാതെ വളരെ ദൂരെ കൊണ്ടുപോയി ഷോപ്പ് ഓപ്പൺ ചെയ്യുകയും വളരെ അംബീഷൻ നിറച്ചുകൊണ്ട്, വളരെ പ്രതീക്ഷകൾ, ഡ്രീംസ് നിറച്ചുകൊണ്ട് ഇവിടെ നിന്ന് കുറെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, വളരെയധികം ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള സ്വപ്നങ്ങളിലൂടെ ജീവിച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് മാറിപ്പോകാനുള്ള പോസിബിലിറ്റി വളരെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയായ രീതിയിൽ കോർഡിനേഷൻ ചെയ്യുകയും ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദൂരെ മാറി ഒരു ഷോപ്പ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും വരുന്നില്ല. ഇത് അല്ലാത്തൊരു സാഹചര്യത്തില്, ഇത് കൺട്രോൾ ചെയ്യാൻ ആളില്ലാത്ത സാഹചര്യത്തില് ഇങ്ങനെ ഇദ്ദേഹത്തിന്, ഇതിന്റെ ഓണർക്ക് ഇപ്പോൾ 1.5 കോടി വിറ്റ് വരെയുള്ള ഷോപ്പിനകത്ത് തന്നെ ഉറച്ചിരിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവരെ നമ്മൾ ഏൽപ്പിച്ചാൽ നമ്മൾ നേരിട്ട് പോയി ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും നമ്മൾ നേരിട്ട് തന്നെ പോയി ചെയ്യേണ്ടി വരും. മറ്റുള്ളവരെ ഏൽപ്പിച്ചാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരും. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു കഥ, അല്ലെങ്കിൽ ഇതൊരു റിയാലിറ്റി ആയിരുന്നു. ഇത് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം 50 ലക്ഷം ഓടിയെടുത്തു, ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. ഞാൻ പറഞ്ഞു 30 ലക്ഷത്തോളം ഇന്റീരിയലിന് വേണ്ടി മാത്രം ചെലവഴിച്ചു. പിന്നെ 30 ലക്ഷം കൂടി വേണമായിരുന്നു പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ചു വെക്കാൻ. അപ്പോൾ എന്ത് പറ്റി? കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റാഫുകളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് ഷോപ്പ് 11 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് 4 മണിക്ക് അടച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ബിസിനസ് നടക്കോ? കുറച്ച് കാലം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റി. ബിസിനസ് ഇല്ലാതെ കസ്റ്റമേഴ്സിന്, കമ്പനിക്കാർ വരുമ്പോൾ പൈസ കൊടുക്കാനില്ല. എന്തുകൊണ്ടാണ് പൈസ കൊടുക്കാനില്ലാത്ത? അവിടെ സെയിൽ നടക്കുന്നില്ല. സെയിൽ നടക്കാത്തത് എന്തുകൊണ്ടാണ്? കൃത്യമായ ഒരു സിസ്റ്റം ഇല്ല. രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. 30 ലക്ഷം രൂപ കൊടുത്ത് ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ അത്രമാത്രം കമ്പനി ഡയറക്റ്റ് ഡീലിംഗ് ആയിരുന്നു. അവർക്കൊന്നും പൈസ കൊടുക്കാൻ സാധിക്കാതെ വന്നു. പലരും പ്രോഡക്റ്റ് തിരിച്ചെടുക്കേണ്ടി വന്നു, പൈസ കൊടുക്കാൻ ഇല്ലാതെ വന്നു. ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയ അവസ്ഥയാണ് പറയുന്നത്. അവർ പകുതി ആൾക്കാർ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് പോയി, കുറച്ച് വിറ്റു, അതിന്റെ പൈസ കിട്ടാനുണ്ട്. ഷോപ്പ് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റായിട്ട് ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഈ പൈസ തരേണ്ടവർ ആ ഷോപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കാതെയായി. ആ പൈസ പോയോ? അവസാനം ഷോപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നു. നല്ല റെന്റാണ് വരുന്നത്. ഒരു മാസം 50,000 രൂപയിൽ മുകളിൽ റെന്റ് കൊടുക്കേണ്ടി വന്നു. ആ റെന്റ് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ വന്നു. അപ്പൊ സ്വന്തം കയ്യിൽ നിന്ന് നിലവിലുള്ള ഷോപ്പിന്റെ പേയ്മെന്റ് എടുത്ത് ഇവിടുത്തെ റെന്റ് കൊടുക്കേണ്ടി വന്നു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. ആ ഷോപ്പ് അങ്ങ് ക്ലോസ് ചെയ്തു. 30 ലക്ഷം രൂപ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത പൈസ അത് പൊളിച്ചുകൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അത് പലതും നഷ്ടമായി. ഇത് ശരിക്കും കോർഡിനേറ്റ് ചെയ്ത് വളരെ സക്സസ് ആയി നടത്തുന്നവരുമുണ്ട്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞ പോലെ, ഒന്ന് അവെയർ ആയിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒന്ന് ഒരു അറ്റൻഷൻ കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. നമുക്ക് പുതിയ ഷോപ്പുകൾ പുതിയ ഏരിയകളിലും ഡിസ്ട്രിക്ട് വിട്ടും ഡെവലപ്പ് ചെയ്യുന്നതും ഗ്രോത്ത് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇതുപോലെ കൊണ്ടുപോയി വേസ്റ്റായിട്ട് ബാങ്കുകാർക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ എപ്പിസോഡ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്.